വേണോ? ആ രാമകൃഷ്ണ, അല്ല താനെന്താടാ ഇവിടെ? തന്നെ കാണാൻ വരുന്ന വഴിയാടു. തന്റെ വീട്ടിലേക്ക് തന്നെ ഇറങ്ങിയതാ. എങ്കി വാടോ. മകള് വിദേശത്ത് നിന്ന് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അവള് തന്നെയും രാധമയും ഒക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഈ ശനിയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. തന്നെ കണ്ടാൽ അവൾക്ക് വലിയ സന്തോഷമാവും. താമ്പാ. രാമകൃഷ്ണ, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. താൻ അവരെ കൊണ്ട് വീട്ടിലേക്ക് വരരുത്. തന്റെ മകൾ വിദേശത്തുനിന്ന് വന്നത് അറിയാതെ തന്നെ കാണാൻ ഞാൻ ഇറങ്ങിയ. ശരിക്കും ഞാൻ വന്നത് തന്നോടൊരു സഹായം ചോദിക്കാനാ. എന്താ വേണു? എന്തു പറ്റി? എന്തോ കാര്യമായ പ്രശ്നത്തിലാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. താൻ കാര്യം പറയേ. ഇതെന്റെ ഒരു രീതിയാ. ഇനി എന്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ തെളിവിന് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കും. 10 ലക്ഷം രൂപ നിനക്ക് തിരിച്ചു തരുന്നത് വരെ ഈ സ്വർണം ഈടായി നിനക്ക് കൈവശം വെക്കാം. എഗ്രിമെന്റ് തീരാൻ സമയമായി. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കാവോ? ഞാൻ കൃത്യമായി പലിശ തരാടോ. എന്തു വർത്തമാനാ വേണു നീ പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? എന്താ ഞാൻ ചെയ്യുക? കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് രാമകൃഷ്ണ. എടോ, എനിക്കൊരു പാർട്ടി 1 ലക്ഷം രൂപ തരാനുണ്ട്. മിക്കവാറും നാളെ അത് കയ്യിൽ വരും. കാശ് കയ്യിൽ വന്നാൽ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം. എന്താ, അതുപോലെ? മതി, അത് മതി. എങ്കിൽ താമ്പാ, നമുക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പിരിയാം. ഇപ്പൊ വേണ്ടടോ. അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. നാളെ താൻ വിളിക്കാൻ മറക്കരുത്. എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മാഡം. എന്നാലും രാജു മദ്യപിക്കുന്ന ആളാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ പൊന്ന് ഋതിക മാഡം, എന്റെ അവസ്ഥ ഇങ്ങനെ ചൂഷണം ചെയ്യല്ലേ. ഞാൻ മദ്യപിക്കൊന്നുമില്ല. എനിക്കറിയില്ല ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. കൊല്ലാനായിട്ട് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഋതിക മാഡം ഇറങ്ങിക്കേ. എന്ത് പണിയാ അവൻ കാണിച്ച? നല്ല 2 വർത്താനം പറഞ്ഞാലേ ശരിയാവും. രാജു, പുറത്തൊക്കെ എന്താ ഒരു ചൂടല്ലേ? നീയോ? അതെ, ഞാൻ തന്നെ. നീ എന്ത് പണിയായി കാണിച്ച? ഞാൻ ഋതിക മാഡം ബൈക്കിൽ നിന്ന് വീണനെ പോ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മര്യാദക്കല്ലേ കാർ ഓടിച്ചേ. നീ നോക്കി ബൈക്ക് ഓടിക്കണായിരുന്നു. മേലോട്ട് നോക്കി കൊഞ്ചിക്കൊഴഞ്ഞ് ബൈക്ക് ഓടിച്ചിട്ട് നീ എന്നെ കുറ്റം പറയുന്നു. ദീപകെ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ മദ്യപിച്ചിട്ടുണ്ടോ രാജു? നിന്റെ നാക്ക് ഒഴിയുന്നുണ്ടല്ലോ. നീ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്കേ ഇന്നലെ അടിച്ചതിന്റെ കെട്ടുവിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതാ നീ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നത്. നല്ലൊരു ഗ്ലാസ് തണുത്ത മോരുമ്പളം വാങ്ങിച്ച് കുടിക്കേ, കെട്ടുവിടും. ദീപകെ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ശരി, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. അവര് വരട്ടെ. ഞാൻ നിന്റെ ബൈക്കില് എന്റെ കാർ കൊണ്ട് ഇടിച്ചിടാൻ തുടങ്ങിയ നീ അവരോട് പറയും. നീ മദ്യപിച്ചാണ് ബൈക്ക് ഓടിച്ചെന്ന് ഞാനും അവരോട് പറയാം. അവരുടെ കയ്യിൽ മെഷീൻ ഉണ്ടല്ലോ, അതിലൂതിയാൽ നീ ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ പവറില് മെഷീൻ ശബ്ദം ഉണ്ടാക്കും. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിന്നെ അവര് പിടിച്ചോണ്ട് പോയി കേസും ചാർജ് ചെയ്യും. ഞാൻ മനഃപൂർവ്വം നിന്നെ കാർ കൊണ്ട് ഇടിക്കാൻ നോക്കിയതാ. നീ പോലീസിനെ വിളിയടാ. വിളിക്കേ. എന്താ വിളിക്കുന്നില്ലേ? അച്ചോടാ, ഓ പേടിച്ചു പോയോ? സാരമില്ല, ചേട്ടൻ പോലീസിനെ വിളിക്കില്ല കേട്ടോ. എന്നാ ചേട്ടൻ പോട്ടെ. ഋതിക മാഡം എവിടെ? ഋതിക മാഡം, ഋതിക മാഡം. സ്വിച്ച് ഓഫ്.
ദീപക് അവൻ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തു വന്നേ? ഇനി അവൻ ഋതിക മേഡത്തെ കിഡ്നാപ്പ് ചെയ്ത് കാണോ? ഈശ്വര, രാജു പോലെ ഋതിക മേഡം എവിടെ പോയതാ? എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? എന്ത് സ്വഭാവം ഇത്? പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആളെ കാണാണ്ടായ എന്താ വിചാരിക്കണ്ടേ? കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അതും അവൻ ഇവിടെ വന്ന സമയത്ത് ഋതിക മേഡത്തിനെ കാണാതായ അതെനിക്ക് ടെൻഷൻ ആവില്ലേ? മേഡം ഇത് എവിടെ പോയതാ? ഞാൻ ദേ അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു. മറഞ്ഞു നിൽക്കായിരുന്നു? എന്തിന്? അല്ല, എന്നെ കാണാണ്ടായ രാജുവിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ. രാജുവിന് എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രാജുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്താ പറഞ്ഞേ? അല്ല, എന്നെ ഇഷ്ടാണോന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഋതിക മേഡത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഞാൻ വരുത്തി വെച്ചതല്ലേ. സപ്പോർട്ടിന് ആരും ഇല്ലാത്തൊരു പാവം അല്ലേന്ന് ഓർത്ത്. പിന്നെ വർമ്മ സാറിന്റെ മകളല്ലേ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നതും അടുപ്പം കാണിച്ചത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ. തുടങ്ങി എന്താ തുടങ്ങി പഴം പുരാണോന്ന്. അതെ, ഞാൻ ഇത്തിരി പഴഞ്ചന. അതുകൊണ്ട് തന്നെ പഴം പുരാണേ എനിക്ക് വശമുള്ളൂ. ഋതിക മേഡം വലിയ അറിവുള്ള ആളാണല്ലോ. രാജു, വേണമെങ്കില് വേണമെങ്കിൽ രാജു വേഗം ടാക്സി വിളിക്കും. വേണമെങ്കിൽ എന്താ പറ്റിയത്? വേണമെങ്കിൽ രാജു പേടിക്കണ്ട. ഇത് ഈ കാലാവസ്ഥയുടെയാ. നല്ല ചൂടല്ലേ, ശരീരം ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും. ഒരു ട്രിപ്പിട്ട ശരിയായിക്കോളൂന്നേ. പേടിക്കാതെ രാജു. അമ്മേ, അച്ഛൻ എന്ത് പറ്റിയടാ? ഒന്നുമില്ലമ്മേ, റോഡിൽ വെച്ചൊന്ന് തലചുറ്റി. ഞാനും ഋതിക മേഡം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കും. രാജു, ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ വേണുവിന്റെ BP വളരെ ഹൈ ആയിരുന്നു. ഹാർട്ട് റേറ്റും കുറച്ച് കൂടുതലായിരുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നെഞ്ചിന് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ECG എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. എന്താ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ ഇപ്പോൾ എടുത്ത ECGയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ, വേണുവിന് ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് വന്നു പോയിട്ടുണ്ട്. ദൈവമേ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൈനർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. വേണുവിന് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം. അഥവാ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു സർജറി നടത്തണം. ഈ പറഞ്ഞതുപോലെ വലിയ സർജറി ഒന്നും അല്ല. വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തോളൂ ഡോക്ടർ. ഓക്കെ മിസ്റ്റർ രാജു.
എന്തൊക്കെയാടാ ഡോക്ടർ പറഞ്ഞത്? നമ്മളെ സമാധാനിപ്പിക്കാനായി അങ്ങനെ പറഞ്ഞൊന്നും അല്ലല്ലോ അല്ലേ? എനിക്ക് പേടിയാവുന്നടാ. രാധമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? രാധമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടാ. ഹൃദയത്തിന് വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തി ഹൃദയത്തിലൂടെ രക്തം ഒഴുകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റും, അത്രേ ഉള്ളൂ. എന്നാലും മോളെ, ഹൃദയത്തിന് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൈസ ആവില്ലേ? രാജു, വീടിന്റെ ഹാളിലെ ടൈൽസ് ഒട്ടിക്കാൻ ജേട്ടൻ ഒരു 50,000 രൂപ കരുതിയിട്ടുണ്ട്. എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ ജേട്ടനോട് ആ കാശുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അത് വേണോ ചേച്ചി? എന്താ കുഴപ്പം? ഞാൻ ചേട്ടനെ ഇപ്പൊ വിളിക്കാം. ഈ ചേച്ചി വേണ്ട. അമ്മേ, ദേ. രാധമേ, വേണുനെന്ത് പറ്റി? രാജു, എന്താണ് അച്ഛന്? അങ്കിളെ, അത് അച്ഛനൊരു മൈനർ അറ്റാക്ക് ഉണ്ടായതാ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? എന്നിട്ട് എവിടെ? ഐസിലു അങ്കിളെ. ഓ, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ മോനെ? കയ്യിലൊന്നുമില്ല. എനിക്ക് തോന്നി, അതാ ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് വന്നത്. ഇത് വാങ്ങും മോനെ. അങ്കിളെ, ഇത് 1 ലക്ഷമുണ്ട്. വേണു എന്നെ രാവിലെ വന്ന് കണ്ടിരുന്നു. അവന് കാശിനെന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞിരുന്നു. നാളെ രാവിലെ കൊടുക്കാമെന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്തു. എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞ പാർട്ടി അവൻ എന്നെ വന്ന് കണ്ടതിന് പിന്നാലെ കാശ് തരികയും ചെയ്തു. എന്നാൽ അത് കയ്യോടെ അവനെ ഏൽപ്പിക്കാമെന്ന് കരുതി ജംഗ്ഷനിൽ വന്നപ്പോഴല്ലേ ഞാൻ വിവരം അറിഞ്ഞത്. നീ മടിച്ചു നിൽക്കാതെ ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്കേ. ദാ. ആശുപത്രി ചിലവിനിരിക്കട്ടെ. തൽക്കാലം ഞാനിത് തന്നത് അവൻ അറിയണ്ട. പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞിരുന്നപ്പോ എന്റെ മക്കളുടെ വയറ് പട്ടിണി കിടക്കാതിരുന്നത് ഈ രാധമ്മ ഉണ്ടാക്കി തന്ന റൊട്ടി കഴിച്ചിട്ടായിരുന്നു. രാജു ഒന്ന് കുഞ്ഞ, പ്രിയയ്ക്ക് ഓർമ്മ കാണും. ആ എന്റെ വേണുവിന്റെ ഒരു ആപത്തുണ്ടാകുമ്പോ ഞാനല്ലാതെ പിന്നെ ആരാ ഓടി വരേണ്ടത്? ഇളയവന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. രാജു, അച്ഛനിപ്പോ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. സർജറി കഴിഞ്ഞ ആളല്ലേ, കുറച്ച് ദിവസത്തേക്ക് പരമാവധി ആളെ ടെൻഷൻ അടുപ്പിക്കാതെ നോക്കണം. ആളുടെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി അദ്ദേഹത്തെ ഒന്ന് ഹാപ്പിയാക്കാൻ ശ്രമിക്കണം. ശരി ഡോക്ടർ. ശരി. ഞാൻ അങ്കിളിന് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാമേ. അച്ഛാ, അച്ഛാ, പ്രിയേ, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിയൊക്കെ ഒന്ന് വിരിച്ചിട്. ആ ശരി അമ്മേ. പതുക്കെ. താങ്കളെ എനിക്കൊന്ന് കിടക്കണം. ഞാൻ പിടിക്കാം. അങ്ങള് പതിയെ എണീറ്റോ. പതിയെ. അതൊക്കെ രാജു, അങ്ങളിനെ കിടത്തല്ലേ, ഞാനിപ്പോ വരാം. എനിക്കിപ്പോ ഒന്നും വേണ്ട റിയ മാഡം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഉച്ചക്കുള്ള ടാബ്ലറ്റ്സ് കഴിക്കണ്ടേ?
അങ്കിള് മടി കാണിക്കാതെ ഇതങ്ങ് കഴിച്ചേ. ഇത് കഴിച്ചിട്ട് ടാബ്ലറ്റ്സും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. എങ്കി വേണുവേട്ടൻ കഞ്ഞി കുടിച്ചിട്ട് ഗുളിക കഴിക്കട്ടോ. എനിക്ക് കുറച്ച് തുണികൾ പിഴിഞ്ഞിടാനുണ്ട്, ഞാനതൊന്ന് നോക്കട്ടെ. പ്രിയേ വാ. അത് നടക്കില്ല. ഇത് മുഴുവൻ കുടിച്ചേ പറ്റൂ. ദാ ഇത് കൂടി കഴിച്ചേ. ഇതിപ്പോ ഈ വയസ്സിന് കൊച്ചുകുട്ടികളുടെ അവസ്ഥയായല്ലോ. പ്രായമാകും തോറും മനുഷ്യര് കൊച്ചുകുട്ടികളെ പോലെ ആകുന്നല്ലേ. ഇനി കുറച്ചു ദിവസത്തേക്ക് വേണുവെങ്കില ഇവിടുത്തെ കൊച്ചുകുട്ടി. എല്ലാവരും പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം കേട്ടോ. മാഡം പറയുന്നത് കേട്ടില്ലടാ. അച്ഛനെ കഴിയുന്നത്രയും ഹാപ്പി ആക്കി വെക്കണം. അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ദൈവമേ, ഞങ്ങളുടെ വിവാഹത്തിന്റെ സത്യാവസ്ഥ ഈ അവസ്ഥയിൽ ഞാൻ വർമ്മ സാറിനോട് എങ്ങനെ പറയും? വേണ്ട, തൽക്കാലം കുറച്ചു നാളിങ്ങനെ തന്നെ പോട്ടെ. എന്താ രാജു? ഒന്നുമില്ല മാഡം. അമ്മേ, വേണുവെങ്കിളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമേ. നിനക്ക് നാണമുണ്ടോ രമ്യേ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത്? അവര് ഇത്രയൊക്കെ നമ്മളോട് ചെയ്തു കാട്ടിയതൊക്കെ മറന്നിട്ട് ഇനി ഫ്രൂട്ട്സും പലഹാരം മേടിച്ചോണ്ട് രോഗിയെ പോയി കണ്ടാലേ സമാധാനാവുന്നുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം ഞാൻ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവര് നമുക്ക് വേണ്ടി? ഇല്ലല്ലോ. ചെയ്തതൊക്കെ നമുക്കെതിരും. അതൊക്കെ മറന്നിട്ട് ഇനിയും കേറി ചെല്ലണമെന്നാണോ നീ പറയുന്നത്? നീ നിന്റെ പണി നോക്ക് രമ്യേ. അമ്മേ, കഴിഞ്ഞതൊക്കെ മറന്ന് ഒട്ടിച്ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയാം അവര് നമുക്ക് ക്യാഷ് തരാനുണ്ട്. അതിനു പകരമായിട്ട് നമ്മൾ സ്വർണവും മേടിച്ചു വെച്ചിട്ടുണ്ട്. അവര് നമുക്ക് ഇറക്കി വിടുകയും ചെയ്യാം. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്നൊരു കാര്യമുണ്ടമ്മേ. ഒന്നുമില്ലെങ്കിലും ഇത്ര അടുത്ത് ഒരുപാട് നാള് താമസിച്ചതല്ലേ, എന്നും കണ്ടിരുന്നവരുമല്ലേ. വേണുവെങ്കിലിനെ ഞാൻ അച്ഛന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. അതൊരു പാവം മനുഷ്യനാ. ആ ആൾക്ക് സുഖമില്ലാതിരിക്കുമ്പോ ഒന്നുപോയി കാണാന്ന് പറഞ്ഞ അതൊരു മര്യാദയാ. അങ്ങനെ നമ്മൾ പോയി കണ്ടുന്ന് ആരെങ്കിലും കേട്ടാ പോലും നമ്മളെ കുറിച്ച് ആൾക്കാര് നല്ലത് മാത്രമേ പറയൂ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അയാൾക്കൊരു അസുഖം ഉണ്ടായപ്പോ ഓടിച്ചെന്നൂന്ന് ആൾക്കാര് നമ്മളെ കുറിച്ച് പറയും. അത് മാത്രമല്ലമ്മേ, അങ്കിളിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് അയ്യോ ഒന്ന് പോയി കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പോണം അമ്മേ, പ്ലീസ്. നീ ഇങ്ങനെ നന്മയും പറഞ്ഞോണ്ട് നടന്നോ? നീ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാ ഈ അവസ്ഥയിലായത്. അമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ വന്നേ പറ്റൂ. നമുക്ക് പോയേ പറ്റൂ. ഈ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം, പ്ലീസ്. ശരി, ഇത് നിന്റെ ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് വരാം. പക്ഷേ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, ഉറപ്പ്. ശരി. വാ അമ്മേ. ജിമ്മി, വാ. രാധമ്മേ, ആ രമ്യ മോളെ, വേണുവെങ്കിൽ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ, ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാ. എങ്കിൽ പോയിട്ട് പിന്നെ വരാം. നീ വാ. അമ്മേ, ഇതെന്ത് പരിപാടിയാ? എന്തെങ്കിലുമൊക്കെ ചോദിക്കേ, അതല്ലേ എന്റെ ഒരു മര്യാദ. ഡോക്ടർ എന്ത് പറഞ്ഞു?
ആവശ്യമില്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ചതിന്റെ ആവുമെന്നാ പറഞ്ഞത്. വേണുവേട്ടനെ കുറച്ചു ദിവസമായിട്ട് നല്ല ഉറക്കം പോലും ഇല്ലായിരുന്നു. ആയ കാലത്തെ വല്ലതും ഒക്കെ ഉണ്ടാക്കി വെക്കാതെ നാട്ടുകാരെ നന്നാക്കാൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു. നാട് മുഴുവൻ കടമേടിച്ചു കൂട്ടുമ്പോ അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും കൂടെ മുന്നിൽ കണ്ടിട്ടേ ഇതിനൊക്കെ നിക്കാവൂ. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാവും. അമ്മേ, വേണമെങ്കിൽ വയ്യാതെ കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? ഓ, എനിക്ക് ഞാൻ പറഞ്ഞേലേ ഒരു തെറ്റും തോന്നുന്നില്ല. എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് അമ്മേനെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത്? പ്രശ്നമാകൂ ഹരീഷ്. എന്ത് പ്രശ്നമാവാൻ? നീ നിന്റെ അച്ഛനെ കാണാൻ നിന്റെ വീട്ടുകാര് വാടക കൊടുക്കുന്ന വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നീ വാ.